ഈ പെണ്ണിന് ഒരു സീരിയസ് ആയ പ്രശ്നമുണ്ട്. അതെന്തെന്നാൽ എവിടെങ്കിലും കുറച്ച് കറ പോലും കണ്ടാൽ ഇവളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. സോ ഉടനെ ഒരു തുണി എടുത്ത് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഇവൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറെ മണിക്കൂറുകൾ വേണം. അത് മാത്രമല്ലാതെ ക്യാൻറ്റീനിലുള്ള ബോട്ടിൽസ് പോലും ഒരു ഓർഡർ ആക്കി വെച്ചാൽ മാത്രമേ മനസ്സിന് സമാധാനമുള്ളൂ. അതാരെങ്കിലും കുറച്ച് ചെരിച്ചു വെച്ചാൽ പോലും അടുത്ത സെക്കൻഡിൽ തന്നെ അവിടേക്ക് വന്ന് അത് റെഡിയാക്കും. ഇതിനേക്കാളും ഭീകരമായ കാര്യം എന്തെന്നാൽ ഇവൾ കഴിക്കുന്ന ഫുഡിലുള്ള പച്ചക്കറികൾ പോലും വേറെ വേറെ ആക്കി മാത്രമേ കഴിക്കൂ. ഇങ്ങനെ വർഷം പോകുന്നതിനനുസരിച്ച് ഇവളുടെ കണ്ടീഷൻ ഭയങ്കര മോശമായി വന്നു. ഇപ്പൊ വീട് മാത്രം ക്ലീൻ ആക്കി മടുത്തു. ഈ ലോകം തന്നെ ക്ലീൻ ആക്കി വെക്കണമെന്ന് തീരുമാനിച്ചു. സോ റോഡിൽ ആരെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിഞ്ഞു പോയാൽ അത് ലോകത്തിന് ആപത്താണെന്ന് പറഞ്ഞ് അത് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് ബോട്ടിൽ പെറുക്കിക്കൊണ്ടാണ് വരുന്നത്. ഇനിയെങ്ങാനും ചാക്കിലും കൊള്ളാത്ത അത്രയും ബോട്ടിൽസ് പെറുക്കിയാൽ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കാർ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അതിലേക്ക് ഇട്ടിട്ടാണ് പോകാറ്. അതെല്ലാം വീട്ടിലേക്ക് എടുത്തോണ്ട് പോയി സോപ്പിട്ട് കഴുകും. ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് റീയൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ അവര് ഇവളെ കണ്ടാൽ ആ വഴിക്ക് തന്നെ വരാതെയായി. അവസാനം അവളുടെ ബോയ് ഫ്രണ്ട് മാത്രമാണ് വേറെ വഴിയില്ലാതെ ഇവൾ കൊടുക്കുന്നതെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഒരു ദിവസം ഇവളുടെ ബോയ് ഫ്രണ്ടും എവിടേക്കാണ് ഇത്രയും അധികം ബോട്ടിൽസ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നേരെ അവളുടെ വീട്ടിലേക്ക് പോയി ഡോർ തുറന്നാൽ അകത്ത് നിന്ന് ബോട്ടിൽസ് പുറത്തേക്ക് ഒഴുകി വന്നു. അകത്ത് പോയി നോക്കിയാൽ ചെറിയ കുന്നു പോലെ ആയിട്ടുണ്ട്. അത് കണ്ടത് ഇത്രയും ബോട്ടിൽസ് വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇവനോട് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഇത്രയും കഷ്ടപ്പാടാണെന്ന് മനസ്സിലാക്കിയാൽ ആള് തന്നെ മാറുമെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ ആ ബോട്ടിൽസ് അവളുടെ റൂമും കടന്ന് തെരുവിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. പോയി വലിയ വലിയ ബിൽഡിങ്ങിനേക്കാളും പെറുക്കി വെച്ചിട്ടുണ്ട്. അവസാനം ഇത് ഫോട്ടോ എടുക്കുന്നതിന് ഒരു കിടിലൻ സ്ഥലമായി മാറി. ഫാമിലിയും കപ്പിൾസും കുറെ അധികം അവിടേക്ക് വരാൻ തുടങ്ങി.